മോശ സിപ്പോറയെ വിവാഹം ചെയ്ത് മിദിയാൻ എന്ന നാട്ടിൽ താമസമാക്കി. യെത്രോവിന്റെ ആടുകളെ നോക്കി അവർ അവിടെ കഴിഞ്ഞു. മോശയ്ക്ക് 2 ആൺകുട്ടികളുണ്ടായി. മോശ സന്തോഷത്തോടെ സ്വസ്ഥമായ ജീവിതം നയിച്ചു വന്നു. ഞാൻ പോകുന്നു പ്രിയേ, വൈകുന്നേരം ഞാൻ മടങ്ങിയെത്തും. അധികം ദൂരത്തേക്ക് പോവരുതേ. ശരി ശരി, ഇവളുടെ ഒരു കാര്യം. പക്ഷേ ഈജിപ്തിൽ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുകയായിരുന്നു. അവരെ വളരെ മോശമായാണ് പരിഗണിച്ചിരുന്നത്. അവരുടെ രോദനം ദൈവത്തിന്റെ പക്കലെത്തി. അബ്രഹാമിന്റെ സന്തതികളെ സഹായിക്കാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ, ആവശ്യത്തിന് നീ നല്ലോണം കഴിച്ചോ? വരൂ, നമുക്ക് പോകാൻ സമയമായെന്ന് തോന്നുന്നു. എല്ലാവരും വരൂ. വരാനല്ലേ പറഞ്ഞത്? ഇവിടെ വരാൻ, അവിടേക്ക് പോകരുത്. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാൻ. സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇവിടെ വരാൻ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? എന്താണത്? ഞാൻ ഇതുപോലെ ഒരു കാര്യം ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. മുൾപ്പടർപ്പിനെ കത്തിച്ചാമ്പലാക്കാത്ത തീയോ? മുൾപ്പടർപ്പിനടുത്തെത്തിയപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. മോശേ, ഓ മോശേ, മോശേ. എന്തോ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിന്റെ ചെരുപ്പഴിച്ചു മാറ്റൂ, കാരണം നീ വിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ എന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റി. ഞാൻ നിന്റെ പിതാക്കളുടെ ദൈവമാണ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ഈജിപ്തിലുള്ള എന്റെ ആൾക്കാരുടെ അവസ്ഥ ഞാൻ കാണുന്നു. ഞാൻ അവരുടെ രോദനം കേൾക്കുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്തേക്ക് അവരെ കൊണ്ടുവരണം. അവരെ മോചിപ്പിക്കുവാനായി ഞാൻ നിന്നെ അയക്കുകയാണ് മോശേ. നീ അവരെ കൊണ്ടുവന്ന് എന്നെ ഈ മലയിൽ നിങ്ങൾ ആരാധിക്കും. ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും കർത്താവേ? ഞാൻ ഈജിപ്തിൽ തിരിച്ചു ചെന്ന് ദൈവമാണ് എന്നെ അയച്ചതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ എന്താണ് അവരോട് പറയുക? ഞാൻ യഹോവയാണ്, ഇസ്രായേലിന്റെ ദൈവം. നീ ജനതകൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശം ഇതാണ്. അവർ നിന്നെ പിന്തുടർന്ന് ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് ഈ മലയിലെത്തണം. എന്നിട്ട് നീ അവരെ അവരുടെ യഥാർത്ഥ ദേശത്തിലേക്ക് നയിക്കും, തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് മോശ തന്റെ വീടും ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചു പോയി. നിങ്ങൾ ശരിക്കും പോവുകയാണോ? ദൈവം എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് എനിക്ക് പോകണം. പക്ഷേ നിങ്ങൾ ഇവിടെ സന്തോഷവാനായിരുന്നല്ലോ. അല്ല പ്രിയേ, എനിക്ക് പറയാൻ വിഷമമുണ്ട്. ഞാനിവിടെ ശരിക്കും സന്തോഷവാനായിരുന്നില്ല. എന്റെ ആൾക്കാർ ഈജിപ്തിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷവാനാവുക? നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് പോയേ തീരൂ. അപ്പാ, പോകരുത്. നോക്കൂ മോനെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഇനി കാണുമോ? തീർച്ചയായും മോനെ, നിനക്ക് വിശ്വാസമുണ്ടായിരിക്കണം. ഞങ്ങൾ കാത്തിരിക്കും പ്രിയനെ, ഞങ്ങൾ കാത്തിരിക്കും. വീണ്ടും കാണാപ്പാ. പോയി വരാം മോനെ.
നമ്മൾ എത്തിപ്പോയി, എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ സുഹൃത്തെ, നമ്മൾ എത്തിച്ചേർന്നു. ആ വരൂ, നമുക്കിവിടെ കുറച്ചു നേരത്തേക്ക് ഇരിക്കാം. ഇതാ കുടിക്കൂ. മോശേ, ആര്? അഹറോനോ? എന്റെ സഹോദരാ. മോശേ, നീ തിരിച്ചെത്തിയോ? സഹോദരാ, മിറിയം, മിറിയം, എന്റെ സഹോദരി. കുഞ്ഞനിയ, നമ്മൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ വരുന്നെന്ന കാര്യം? ഞാനൊരു സ്വപ്നം കണ്ടു. നിന്നെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ദൈവം പറഞ്ഞു. സഹോദര, അതൊരു സ്വപ്നം മാത്രമല്ലായിരുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ചെയ്യണം. ഇവിടുത്തെ കാര്യങ്ങൾ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ് മോശെ. എന്തു പറ്റി സഹോദര? രാജാവ് കഴിഞ്ഞ വർഷം മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ റമേസിസ് ആണ് ഭരിക്കുന്നത്. അയാൾ അനുകമ്പയില്ലാത്തവനും അഹങ്കാരിയും അടിമകളുടെ അധിപനുമാണ്. അയാൾ നമ്മുടെ ആൾക്കാരെ പീഡിപ്പിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ വീണ്ടും 10 മടങ്ങായി കൂടിയിരിക്കുന്നു മോശെ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ അവസാനിക്കാൻ പോവുകയാണ്. നമുക്ക് നാളെ തന്നെ പോയി ഫറവോനെ കാണണം. റമേസിസിനെയോ? അതെ, ഞാൻ അയാളെ വർഷങ്ങളോളം കണ്ടിട്ടില്ല. ശരി, നമുക്ക് പോകാം. പക്ഷെ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. നീ വരുമെന്ന് ഞാൻ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞിരുന്നു. ദൈവം നമുക്കായി വാഗ്ദാനം നൽകിയിരിക്കുന്ന ദേശത്തെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അഹറോൻ, നീ എൻ്റെ ഒപ്പമുള്ളതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ആവശ്യമായി വരും. ഞാൻ നിന്റെ കൂടെ എപ്പോഴും കാണും മോശെ. നന്ദി സഹോദര. നീ ഞങ്ങളുടെ ഒപ്പം താമസിക്കണം അനിയ. നീ വിശ്രമിച്ചോളൂ. നിനക്ക് നാളെ ധാരാളം ജോലികളുണ്ട്. മോശ, കൊലപാതകയായ മോശ, ഭീരുവായ മോശ. റമീസസ്, ഞാനൊരു അത്യാവശ്യ കാര്യവുമായാണ് വന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. ദൈവത്തിന്റെ പ്രതിനിധിയോ? എന്നിട്ട് എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? ദൈവം എന്നോട് സംസാരിച്ചിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പറയുന്നു, എന്റെ ആൾക്കാരെ പോകാൻ അനുവദിക്കണമെന്ന്. ഓ മോശേ, നീ എന്താ കരുതിയത്? ഹെബ്രായക്കാരെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്നോ? വെറുതെ അങ്ങ് കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യണമെന്നോ? നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് പോകൂ. എനിക്ക് നിന്നോട് പരിഹാസമാണ് തോന്നുന്നത്. നീ ഒരു വ്യാജനാണ്. ഞാൻ മാത്രമാണ് ഈജിപ്തിലെ ദൈവം. അവനെ കാണിക്കൂ. ഇത് തന്നെയാണ് സമയം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ശക്തി കണ്ടോളൂ. അപ്പാ, അത് കണ്ട് പേടിക്കണ്ട മകനെ. അതൊരു മാന്ത്രിക വിദ്യ മാത്രമാണ്. നമ്മുടെ മായാജാലക്കാരെ കൊണ്ടുവരൂ. ശരി പ്രഭു. ഓ, ഇതൊരു പാമ്പാണോ? എന്നാൽ ഇതാ, ഇത് പിടിച്ചോ. ഓ, കണ്ടോ, 2 പാമ്പുകളെ. എന്റെ മായാജാലക്കാർക്ക് നീ പറയുന്ന ദൈവത്തെ പോലും തോൽപ്പിക്കാനാവൂ. നമ്മുടെ മാന്ത്രികര ഇതിലും നല്ലത്. നോക്കൂ, നമ്മുടെ പാമ്പുകൾ മോശയുടെ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു. അപ്പാ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ ജനത്തെ പോകാൻ അനുവദിക്കൂ. ഫറോവ തന്റെ അടിമകളെ വിടുകയില്ലെന്ന് നിന്റെ ദൈവത്തോട് പറയൂ. അല്ല, അവരുടെ ജോലിഭാരം ഞാൻ കൂട്ടുകയാണെന്ന് നിന്റെ ദൈവത്തോട് പറയൂ. അവർക്ക് ഇഷ്ടികകൾ ഉണ്ടാക്കാൻ ഞാൻ വൈക്കോൽ ഇനി ഒരിക്കലും കൊടുക്കുകയില്ല. അവർക്ക് വേണ്ടുന്ന വൈക്കോലുകൾ തനിയെ കണ്ടുപിടിക്കണം. പോയി നിന്റെ ദൈവത്തോട് പറയൂ. നീ ഇതിനൊക്കെ അനുഭവിച്ചിരിക്കും റമീസസ്.